It is a great honor to be standing here in the presence of the Almighty God. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നിൽക്കുന്നത് ഒരു പദവിയായി സന്തോഷമായി ഞാൻ കരുതുന്നു. There was a time when I could not even mention the name of Jesus Christ in my life. യേശു കർത്താവ് എന്നൊരു പേര് ഞാൻ എടുക്കാതിരുന്ന പോലും ഇല്ലായിരുന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. I was not worthy even to mention the name of Jesus Christ. യേശു കർത്താവിന്റെ നാമം എൻ്റെ അധരങ്ങളിൽ എടുക്കാനുള്ള ഒരു യോഗ്യതയും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. But today as I stand before you, there is nothing that I can say but Jesus. എന്നാൽ ഇന്ന് സന്ധ്യയിൽ നിങ്ങളുടെ മധ്യേ നിൽക്കുമ്പോൾ എനിക്ക് ഉയർത്തുവാൻ മറ്റൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. Hallelujah. Hallelujah. Shall we give a good clap offering to the name of Jesus this evening? സർവശക്തനായ യേശു കർത്താവിന്റെ നാമത്തിന് ഒരുമിച്ച് കരങ്ങൾ അടിച്ച് മഹത്വം കൊടുക്കാം. Because he has the name above every name. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. Every knee shall bow before his name. എല്ലാ മുഴങ്കാലും അവന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും. Every tongue shall confess the name that Jesus Christ is Lord. എല്ലാ അധരങ്ങളും യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. Before I begin the message this evening, ഈ രാത്രിയിൽ എൻ്റെ സന്ദേശം ആരംഭിക്കുന്നതിന് മുമ്പേ I want to say something that I go and tell everywhere, which God has told me to mention it to every person. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ എവിടെ ചെന്നാലും ഏതൊരു വ്യക്തിയോടും പ്രാരംഭമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. A few months ago I was preparing my message for a Sunday service. ഒരു ഞായറാഴ്ച സന്ദേശത്തിനു വേണ്ടി ചില നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ സന്ദേശം തയ്യാറാക്കുകയായിരുന്നു. From Tuesday I had been looking for that message and I did not get it even until Saturday. ചൊവ്വാഴ്ച മുതൽ അങ്ങനെ ഒരു സന്ദേശം ഞാൻ തിരഞ്ഞിട്ടും ശനിയാഴ്ച വരെ ഒരു സന്ദേശം എനിക്ക് ലഭിച്ചില്ല. But very early in the morning of Saturday all I got was a picture of an aeroplane. എന്നാൽ ശനിയാഴ്ച പ്രഭാതത്തിൽ എനിക്ക് സന്ദേശമായി ലഭിച്ചത് ഒരു എയർപ്ലെയിനിന്റെ ഒരു ചിത്രം മാത്രമാണ്. When I woke up and looked at the picture, I did not understand what God meant about that picture. ഞാൻ ആ ചിത്രത്തെ നോക്കിയപ്പോൾ ദൈവമേ നീ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. So I asked my driver to bring a bigger size of the picture. അതിന്റെ ഒരു വലിയ ചിത്രം എനിക്ക് നൽകി തരുവാൻ ഞാൻ എൻ്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. And as I was looking at it, I still could not understand anything. ഞാൻ അതിലേക്ക് വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. I had traveled in planes many a times. അനേക പ്രാവശ്യം ഞാൻ പ്ലെയിനിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. I traveled on big planes, small planes and all kinds of planes. ചെറുതും വലുതുമായ പ്ലെയിനുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. But I could not understand anything about it. എന്നാൽ ഈ ചിത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. So I went to the airport again. ഞാൻ വീണ്ടും ആ ചിത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. I went to the airport in Chennai. ഞാൻ ചെന്നൈയിലുള്ള എയർപോർട്ടിലേക്ക് ചെന്നു. I looked at the several aircrafts there. ധാരാളം പ്ലെയിനുകൾ അവിടെ ഉണ്ട്. അതെല്ലാം ഓരോന്നായി ഞാൻ വീക്ഷിച്ചു. Still did not understand. പിന്നെയും എനിക്കൊന്നും മനസ്സിലായില്ല. But about the time when I was about to return, എന്നാൽ ഞാൻ തിരിച്ച് വരുന്നതിന് മുൻപായി I saw something that really struck me. എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. A great big plane was being pulled by a little truck. ഒരു വലിയ പ്ലെയിനിനെ ഒരു ചെറിയ ട്രക്ക് ഉപയോഗിച്ച് പുറകോട്ട് വലിക്കുന്നതാണ് ഞാൻ കണ്ടത്. കാണാൻ വളരെ വലുതാകുന്ന ഒരു പ്ലെയിൻ ആണ്. അതൊരു വലിയ പ്ലെയിൻ തന്നെയായിരുന്നു. But it was being pulled backwards by a little truck. എന്നാൽ ഒരു ചെറിയ ട്രക്കാണ് അതിനെ പിൻപോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. There God gave me the message. അത് കണ്ടപ്പോൾ ഒരു സന്ദേശം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. No matter how big you are, how great a person you are, a little truck can pull you backwards. നിങ്ങൾ എത്ര ശക്തനായിരുന്ന ദൈവത്തിന്റെ മനുഷ്യനായാലും ഒരു ചെറിയ കാര്യം കൊണ്ട് നിങ്ങളെ പുറകോട്ട് വലിക്കാൻ കഴിയും. Then I also watched it again. വീണ്ടും ദൈവം എന്നോട് പറഞ്ഞു. Then the truck was pulled out. അത് പുറകോട്ട് പിന്നെ ട്രക്ക് അവിടെ നിന്ന് മാറ്റി. Then the plane was on its runway. ഈ പ്ലെയിന് അതിന്റെ റൺവേയിലേക്ക് മാറി. And the plane was going on the runway to a certain limit. ഒരു അതിനെ നിർദ്ദേശിച്ചിരിക്കുന്ന ദൈർഘ്യം വരെ ഈ പ്ലെയിൻ അതിന്റെ റൺവേയിൽ മുൻപോട്ട് പോയി. But once it reached that place where it has to take off, അത് മുകളിലേക്ക് കുതിക്കേണ്ട പോയിന്റിൽ വന്നപ്പോൾ then it just took off from the land. ആ നിരപ്പായ സ്ഥലത്ത് നിന്ന് നിലത്തുന്നത് മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങി. God began to speak to me. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. Unless a church, unless a pastor, unless a Christian allows himself to be pulled back, he cannot go back. ഒരു ശുശ്രൂഷകനോ ഒരു വിശ്വാസിയോ ഒരു ക്രിസ്ത്യാനിയോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ സ്വയമായി പുറകോട്ട് വലിപ്പാൻ ചില ശക്തികളെ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒരു കാലത്തും ഒരു ശക്തിക്കും പിൻപോട്ട് വലിപ്പാൻ കഴിയില്ല. Tell you the reason for that. ഞാൻ ഒരു കാരണം അതിന് പറയാം. Every transporting vehicle has a reverse gear.
എല്ലാ വാഹനങ്ങൾക്കും പുറകിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു ഗിയർ ഉണ്ട്. But a motorcycle does not have a reverse gear. എന്നാൽ ഒരു മോട്ടോർ സൈക്കിളിന് പുറകിലോട്ടുള്ള ഗിയർ ഇല്ല. Bicycle does not have a reverse gear. സൈക്കിളിന് അത് കാണാൻ കഴിയുകയില്ല. കാളവണ്ടി does not have a reverse gear. കാളവണ്ടിക്ക് അത് കാണുകയില്ല. And definitely an aeroplane does not have a reverse gear. അതുപോലെ തന്നെ ഒരു എയർപ്ലെയിനും റിവേഴ്സ് ഗിയർ പുറകിലേക്ക് പോകാൻ ഗിയർ ഇല്ല. At this convention I want to declare this evening, ഈ രാത്രിയിൽ ഒരു കാര്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ if ആഗ്രഹിക്കുന്നു. you are a Christian and the Lord abides in your heart, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, if God has called you to move forward, മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ I വിളിച്ചിട്ടുണ്ടെങ്കിൽ, want to tell you, you do not have a reverse gear in your life. ഇന്ന് രാത്രിയിൽ ഞാൻ ഉറക്കെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പുറകോട്ട് വലിക്കത്തക്ക രീതിയിൽ ഒരു റിവേഴ്സ് ഗിയറുമായിട്ടല്ല ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. God has not put a reverse gear in your life. നിങ്ങളുടെ ജീവിതത്തിൽ പുറകിലേക്ക് പോകാൻ ഒരു ഗിയർ അവൻ തന്നിട്ടില്ല. God's plan for you and me is always to move forward. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതി മുൻപിലേക്ക് കുതിക്കുവാനുള്ളത് മാത്രമാണ്. Hallelujah. Hallelujah. As we begin another year for the India Pentecostal Church of God International. ചെന്നൈയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ ഞാനായിരിക്കുമ്പോൾ, No, as we begin a new year for this church, ഈ സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ, this is a denomination, this is a church begun by a great saint, Dr. K. Abraham, a great man of God. ദൈവത്തിന്റെ ശക്തനായ മനുഷ്യനായിരുന്ന പാസ്റ്റർ കെ അബ്രഹാം അവറുകളിലൂടെ സ്ഥാപിതമായ ഒരു സഭയാണ്, ഒരു മുന്നേറ്റമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. Everyone that is standing behind and taking care of this church are great men of God of times. എന്റെ പിന്നാലെ ഇരുന്ന് ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാർ ദൈവത്താൽ സഭയെ പരിപാലിക്കുന്നവരാണ്. And God is declaring to this convention, ഈ രാത്രിയിൽ കൺവെൻഷനോട് ദൈവം പ്രഖ്യാപിക്കുന്നത്, there is no way that you can go backward, you have to go forward. ജീവിതത്തിൽ പിൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും മുൻപോട്ട് പോകാൻ അവൻ ആഗ്രഹിക്കുന്നു. Unless you allow someone little truck to pull you back, you will never be able to go backward. പുറകിലേക്ക് പോകാൻ ഒരു ചെറിയ ട്രക്കിനെ നിങ്ങൾ അനുവദിക്കാതെ ഒരിക്കലും നിങ്ങളെ പിൻപോട്ട് തള്ളാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. And once you are on the runway, എന്നാൽ നിങ്ങൾ റൺവേയിൽ എത്തിക്കഴിഞ്ഞാൽ, you are not going to stand on the runway all the time. ഈ റൺവേയിൽ എല്ലാ സമയത്തും നിൽക്കുക എന്നുള്ളതല്ല നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി. We are going to be on the runway only to a certain limit. ചില ദൈർഘ്യത്തിൽ മാത്രമേ, ഒരു പരിധിക്കകത്ത് മാത്രമേ അതിൽ ദൈവം നിൽക്കാൻ Our ആഗ്രഹിക്കുന്നുള്ളൂ. dear pastors, പ്രിയ ദൈവദാസന്മാരെ, great leaders of this denomination, ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ, believers of the IPC Church, India Pentecostal Church of God, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലുള്ള വിശ്വാസ സമൂഹമേ, I want to tell you this evening, ഈ രാത്രിയിൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Jesus being our master and our captain, യേശു കർത്താവ് നമ്മുടെ യജമാനനും നമ്മുടെ ക്യാപ്റ്റനുമാണെങ്കിൽ, our time on the runway is almost over. റൺവേയിലുള്ള നമ്മുടെ സമയപരിധി എപ്പോഴേ കഴിഞ്ഞു. Hallelujah. Hallelujah. You cannot be on the runway all the time. എല്ലാ സമയത്തും ഈ റൺവേയിൽ നിൽക്കാൻ കഴിയുകയില്ല. The time for this denomination has come to take off from the runway. ഈ സഭയ്ക്ക് ദൈവം പരിധി വെച്ച റൺവേയുടെ സമയം കഴിഞ്ഞു. ഇനി മുൻപിലേക്ക് കുതിക്കാനുള്ള സമയമാണ്. Hallelujah. 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 This is a church established by the Lord himself. കർത്താവിനാൽ സ്ഥാപിതമായ ഒരു സഭയാണിത്. Christ is the head of this church. കർത്താവാണ് ഈ സഭയുടെ തലയായിരിക്കുന്നവൻ. Once the plane takes off, ഒരിക്കൽ ഈ പ്ലെയിൻ മുകളിലേക്ക് ഉയർന്നാൽ, you know, if you were on a bus or a train or something and you had forgotten your keys or a wallet, you can ask the bus driver to stop the bus and you can go home and bring it back. നിങ്ങൾ ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു താക്കോൽ കൂട്ടം നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ ഡ്രൈവറോട് നിങ്ങൾക്ക് ഏതുവിധേനയും ആവശ്യപ്പെടാം വാഹനം നിർത്തുവാനും വീട്ടിൽ ചെന്നത് തിരികെ എടുക്കാനും ഒരു അവസരം നിങ്ങൾക്കുണ്ട്. But once the plane takes off, എന്നാൽ പ്ലെയിൻ മുകളിലേക്ക് കുതിച്ചു കഴിഞ്ഞാൽ you cannot go back to take anything back for you. പിന്നീട് വീട്ടിൽ ചെന്ന് ഒന്നും തിരിച്ചെടുക്കാനുള്ള അവസരം നിങ്ങൾക്കില്ല. Hallelujah. Hallelujah. Hallelujah.
2012, 13 is a year to move forward and never look backward. 2013 എന്നുള്ളത് മുൻപിലേക്ക് കുതിക്കാനുള്ള സമയമാണ്. ഇനി പുറകിലേക്ക് നോക്കി സമയം കളയരുത്. Hallelujah. Hallelujah. I want you to turn with me to the book of St. Matthew chapter 21. മത്തായി സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലേക്ക് ഈ സന്ധ്യയിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. In the 21st chapter, it is the chapter of Hosanna. 21-ാം അധ്യായം എന്ന് പറയുന്നത് ഹോശന്നയുടെ വിവരണം കാണുന്ന അധ്യായമാണ്. Now Jesus has entered into the city of Jerusalem to the songs of Hosanna by everyone. യേശു കർത്താവ് വിജയ പേര് മുഴക്കിക്കൊണ്ട് അനേകരുടെ ഹോശന്ന പാട്ടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യെരൂശലേമിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന സമയമാണിത്. And the people, Jesus has entered into the city and he was called, or it is called, the triumphal entry of Jesus into the city. യേശുവിന്റെ വിജയ പേരിയോടെയുള്ള പ്രവേശനം എന്നാണ് ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത്. But once the procession was over, എന്നാൽ ഈ യാത്ര അവസാനിച്ചു കഴിഞ്ഞപ്പോൾ Jesus entered into the temple. യേശു കർത്താവ് ദേവാലയത്തിലേക്ക് ചെന്നു. And I want to read verse 12 of chapter 21. ആ 21-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ Let ആഗ്രഹിക്കുന്നു. me read from verse 10. അതിന്റെ 10 മുതൽ ഞാൻ വായിക്കട്ടെ. And when he was come into Jerusalem, all the city was moved, saying, who is this? അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി, ഇവൻ ആർ എന്ന് പറഞ്ഞു. Now look at this man coming into the city to be crucified in the next few days. ഇവിടെ ഈ മനുഷ്യൻ വരുന്നത് അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ ക്രൂശിക്കപ്പെടുവാനാണ് യെരൂശലേമിലേക്ക് കർത്താവ് വരുന്നത്. Before he was being crucified, എന്നാൽ അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപേ people from all over the world that had gathered there to celebrate the Passover, they said, who is this man? ചുറ്റുപാടുകളിൽ നിന്നും പെസഹ പെരുന്നാൾ ആചരിക്കേണ്ടതിനു വേണ്ടി അവിടെ കൂടി വന്ന ജനം മുഴുവൻ ഒരുമിച്ച് ചോദിച്ചു, ഇവൻ ആര്? And the multitude said like this, ആ പുരുഷാരം ഇപ്രകാരം പറഞ്ഞു, this is Jesus, the prophet of Nazareth of Galilee. ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന പുരുഷാരം പറഞ്ഞു. Hallelujah. Hallelujah. And you look at what Jesus did in the very next verse. അടുത്ത വാക്യത്തിൽ യേശു എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. Now we have been talking Christ is all through this week. ഈ ആഴ്ച മുഴുവൻ യേശു എല്ലാറ്റിലും എല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. You have been listening to the different aspects of the life and ministry of Jesus. യേശു കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. I am speaking to you today the life and the aspects of Jesus Christ before he went to the cross of Calvary. യേശു കർത്താവ് ക്രൂശിലേക്ക് നടക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപ് സംഭവിച്ച അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. I want to mention 4 things this evening. 4 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Verse 12. 12-ാമത്തെ വാക്യം. And Jesus went into the temple of God and cast out all men that sold and bought in the temple. യേശു ദേവാലയത്തിൽ ചെന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. Overthrew the tables of the money changers and the seats of them that sold. പൊൻവാണിപ്പക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. Hallelujah. Hallelujah. God, I prayed to God about this meeting. ഈ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Lord, I know great men of God are addressing these congregations. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ദൈവത്തിന്റെ അഭിഷക്ത ദാസന്മാർ സംബന്ധിക്കുന്ന ശുശ്രൂഷയാണ്. I cannot be comparable with any of them at all. അവരിൽ ഒരു വ്യക്തിത്വം പോലുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും എനിക്ക് യോഗ്യതയില്ല. I am the least among all of them, Lord. അവരിൽ എല്ലാവരും ഏറ്റവും ചെറിയതായ ഒരു വ്യക്തിത്വമാണ്. I don't know why I have been called even to stand before them. അവരുടെ മുൻപിൽ നിൽക്കുവാൻ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പോലും Lord, എനിക്കറിയില്ല. give me a word that I need to speak to them. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അവരോട് സംസാരിപ്പാൻ ഒരു സന്ദേശം എനിക്ക് തരണമേ. And God said to me, കർത്താവ് എന്നോട് പറഞ്ഞു, in these last years, before God can take his church to a higher level, കർത്താവ് പറഞ്ഞു, അന്ത്യനാളുകൾ അടുക്കുന്നതിന് മുൻപേ സഭയെ ഉയർന്ന ഒരു തലത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. he is going to take us to a higher level. ഒരു ഉയർന്ന തലത്തിലേക്ക് ദൈവ സഭയെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Before he takes us to a higher level of Christian life in this last century,
ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുൻപ് കർത്താവ് ഒരു ഉയർന്ന തലത്തിലേക്ക് സഭയെ മാറ്റുന്നതിന് മുൻപ് He wants to do something in the church. സഭയ്ക്കകത്ത് ചിലതൊക്കെ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. What did he do here in the temple? എന്താണ് കർത്താവ് ദേവാലയത്തിൽ ചെയ്യുന്നത്? He came out and cast out all the men that were a business there in the church. അവിടെ ദൈവത്തിന്റെ ദേവാലയത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരെ മുഴുവൻ കർത്താവ് പുറത്താക്കി. I want to tell you, God is going to do great miracles in this 2013. ഞാൻ വിശ്വസിക്കുന്നു 2013 ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വർഷമാണ്. While there are going to be difficulties, persecution and everything on the other side, ഒരു വശത്ത് മറുഭാഗത്ത് ഉപദ്രവങ്ങളും പീഡനങ്ങളും ഉണ്ടായേക്കാം. അത് മറ്റൊരു കഥയാണ്. the church is going to go and rise up to a level that it has never been before. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതുവരെ സഭ ഉയർന്നിട്ടില്ലാത്ത മറ്റൊരു തലത്തിലേക്ക് ദൈവസഭയെ അവൻ ഉയർത്താൻ പോകുകയാണ്. But before God does that to us, before Jesus does that to the church, എന്നാൽ കർത്താവ് അത് ചെയ്യുന്നതിന് മുൻപ് he wants to do certain things in the church. ഈ സഭയ്ക്കകത്ത് ചിലത് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. There are places in churches where it is no longer a church, but it has become a place of business. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സഭയുടെ യഥാർത്ഥ അവസ്ഥ മാറി, സഭയുടെ അടിസ്ഥാന തലങ്ങളിൽ നിന്ന് മാറി, അത് വ്യാപാരശാലയായി മാറിക്കൊണ്ടിരിക്കുന്ന അനേക സ്ഥലങ്ങൾ ഇന്നുണ്ട്. Please forgive me. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. Please forgive me. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. I want to say what God says to me. കർത്താവ് എന്നോട് പറഞ്ഞത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് I was പറയുന്നു. not supposed to be a preacher in this convention. ഈ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള ആൾ അല്ലായിരുന്നു in the beginning of the convention. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു ദൂത് തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. What is the message? The Lord, കർത്താവ് എനിക്ക് ഒരു സന്ദേശം ഇന്ന് രാത്രി തന്നിട്ടുണ്ട്. What is the message? എന്താണ് സന്ദേശം? I am going to take the church to a higher level than what it is now. കർത്താവ് എന്നോട് പറഞ്ഞത്, ഇന്ന് ദൈവസഭയായിരിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് ഉയർന്നൊരു നിലവാരത്തിലേക്ക് എന്റെ സഭയെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But before I do that to the church, എന്നാൽ സഭയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നതിന് മുൻപേ I am going to remove every business from the campuses of our church. സഭയുടെ പരിധിക്കകത്ത് നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും ഞാൻ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. God's church is not a business. കർത്താവിന്റെ സഭ ഒരു ബിസിനസ് അല്ല, ഒരു വ്യാപാര മേഖലയല്ല. We are not business people of the നമ്മൾ world. വ്യാപാരം ചെയ്യുന്നവരല്ല. We are in the business of the master. നമ്മൾ യജമാനന്റെ We are മഹാവേലയിലായിരിക്കുന്നവരാണ്. not called by the secular world. ഈ ലോകത്തല്ല നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. Hallelujah. It is Christ who has called us into this ministry. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിച്ചിരിക്കുന്നത്. He is not going to allow you to be a businessman or a businesswoman. ഒരു വ്യാപാരം ചെയ്യുന്ന സഹോദരനോ സഹോദരിയോ ആയിരിക്കാൻ അല്ല കർത്താവിന്റെ നിയോഗം നിങ്ങൾക്കുള്ളത്. Hallelujah. Amen. Hallelujah. 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 He put away big business, also small business. അവൻ വലിയ വ്യാപാരങ്ങളെയും ചെറിയ വ്യാപാരങ്ങളെയും ഒരുപോലെ അവൻ അവിടെ പുറത്താക്കുന്നതായി. കാശുകാരെയും പുറത്താക്കി, പ്രാവ് വിൽക്കുന്നവരെയും പുറത്താക്കി. Hallelujah. 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 വലിയ ബിസിനസ്മാനും അവിടെ ഇടമില്ല, കൊച്ചു ബിസിനസ്മാനും അവിടെ ഇടമില്ല. Hallelujah. Amen. God is calling his church. ദൈവം Jesus is calling his church to purity in these last days. ഈ അന്ത്യ കാലഘട്ടത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ അവൻ തന്റെ സഭയെ വിളിക്കുകയാണ്. Hallelujah. Hallelujah. He's calling pastors for purity. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ വിശുദ്ധിയിലേക്ക് അവൻ വിളിക്കുന്നു. He's calling the believers to purity. വിശുദ്ധ ദൈവ ജനത്തെ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വരാൻ അവൻ He's വിളിക്കുന്നു. calling the little children to purity. കുഞ്ഞുങ്ങളെ ഈ വിശുദ്ധിയിലേക്ക് വരുവാൻ അവൻ വിളിക്കുന്നു. The entire church is calling for purity. സഭ മുഴുവനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. Hallelujah. 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 നമുക്ക് എല്ലാവർക്കും കൈ അടിച്ചു ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah. Hallelujah. Dukharabasaba. Hallelujah. 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 Hallelujah.
Oh, hallelujah, hallelujah, hallelujah. Hallelujah. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ നിൽക്കുവാൻ ഒന്ന് യോഗ്യനല്ല, രണ്ട് താല്പര്യക്കാരനല്ലായിരുന്നു, മൂന്നാമത് അതിനുള്ള ആരോഗ്യമില്ലാത്തവനായിരുന്നു. 3 ആഴ്ചയ്ക്ക് മുൻപാണ് എനിക്ക് ആൻജിയോപ്ലാസ്റ്റി നടന്നത്. 3 സ്റ്റെന്റ് എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. നടക്കാൻ കഴിയത്തില്ലെന്നും സംസാരിക്കാൻ കഴിയത്തില്ലെന്നും പറയുവാൻ കഴിയത്തില്ലെന്നും ആയിരിക്കുന്ന സമയത്ത് ഈ വലിയൊരു സദസ്സിന്റെ മുൻപിൽ ദൈവം നിൽപ്പിച്ചതിന്റെ കാരണം ഈ സഭയ്ക്ക് ഒരു ദൂതുണ്ട്. Hallelujah. Jesus. Hallelujah. Jesus. Hallelujah. 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 ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, മഹത്വം ഉണ്ടാകട്ടെ കർത്താവ്. Hallelujah. Amen. എല്ലാവരെയും പുറത്താക്കി ഞാൻ വേഗത്തിൽ ചെല്ലട്ടെ. രണ്ടാമതായിട്ടുള്ള കാര്യം, ജീസസ് ഡിക്ലെയർസ് ഹിസ് ചർച്ച് ടു ബി ദ ഹൗസ് ഓഫ് പ്രയർ. തന്റെ ദേവാലയത്തെ പ്രാർത്ഥനയുടെ ആലയമെന്ന് യേശു കർത്താവ് പ്രഖ്യാപിച്ചു. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, സഭ വിശുദ്ധീകരിക്കപ്പെട്ടു. രണ്ടാമതായിട്ട് സഭ പ്രാർത്ഥനാ ഭവനമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. It has become the house of prayer. പ്രാർത്ഥനയുടെ ഭവനമായി അത് മാറാൻ തുടങ്ങി. Jesus declared it. യേശു കർത്താവ് അത് ഉറക്കെ പ്രഖ്യാപിച്ചു. My house shall be a house of prayer. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. And not only for a prayer house, അത് പ്രാർത്ഥനാലയം മാത്രമല്ല, in the book of Isaiah it was declared a prayer house for all the people. യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. Hallelujah. ആമേൻ. Every church of this great church, ഈ സഭയുടെ, ഈ വലിയ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ ലോക്കൽ സഭകളും, IPC സ്ഥാപനങ്ങളുടെ എല്ലാ സഭകളോടും ഞാൻ പറയട്ടെ, എല്ലാ സഭകളോടും ഞാൻ പറയട്ടെ, എല്ലാ സഭകളോടും പറയട്ടെ, നിങ്ങളുടെ സഭകൾ മേലാൽ അത് വെറും ഒരു ചർച്ചിന്റെ കൊട്ടാരമല്ല, ഒരു ആലയത്തിന്റെ ബിൽഡിംഗ് അല്ല. നമ്മുടെ എല്ലാ സഭകളും ഓരോ പ്രാർത്ഥന ആലയങ്ങളാக മാറ്റപ്പെടണം. And my house, and he also calls it my house. He calls it my house. എന്റെ ആലയം എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. It is not your house. അത് മറ്റാരുടെയും ആലയമല്ല. Please forgive the leadership of the IPC. ഈ IPC ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ആലയം പോലും IPCയുടെ ആലയമല്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ ദൈവമാകുന്ന കർത്താവ്, എന്റെ യേശു ക്രിസ്തു നിങ്ങളുടെ സഭയെ അവകാശപ്പെടുന്നു. പാസ്റ്റേഴ്സ്, നിങ്ങളുടെ സഭയെ അവകാശപ്പെടുന്നത് നമ്മുടെ സ്ഥാപനമല്ല. ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ് പറയുന്നു, എന്റെ ഭവനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. കഴിഞ്ഞ 1-ാം തീയതി ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഭയോട് ഇപ്രകാരം പറഞ്ഞു. I said to our church, ഞാൻ എൻ്റെ സഭയോട് ഇപ്രകാരം പറഞ്ഞു, I have not taken any medicine for almost 19 years. കഴിഞ്ഞ 19 വർഷങ്ങളായി ഒരു മരുന്ന് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. But for the past 3-4 weeks I have been taking almost 10 to 12 tablets every day. എന്നാൽ കഴിഞ്ഞ ചില 3-4 ആഴ്ചകളെ ഏകദേശം 12-14 ഗുളികകൾ ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ സഭയോട് ഇപ്രകാരം പറഞ്ഞു, I am giving 2 tablets to each one of you. ഞാൻ 2 ടാബ്ലറ്റുകൾ നിങ്ങൾ ഓരോരുത്തർക്ക് തരികയാണ്. I am taking tablets in the morning and the afternoon and in the evening.
ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. But the tablets that I give into your hands, എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ടാബ്ലറ്റുകൾ, it is not for three times a day, അത് ദിവസത്തിൽ 3 പ്രാവശ്യമല്ല, not 4 times a day, ദിവസത്തിൽ 4 പ്രാവശ്യത്തേക്കുള്ളതല്ല. ഇഷ്ടമുള്ളപ്പോഴെല്ലാം കഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം കഴിക്കേണ്ടതാണ്. ആ ഗുളിക ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് അറിയാമോ? വിശുദ്ധ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. ഹല്ലേലൂയ. When they were in the prison, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. They were under the security of 5-level security. ഏകദേശം 5 തലത്തിലുള്ള ശക്തമായ സുരക്ഷാ കവചങ്ങൾ അവർക്കുണ്ടായിരുന്നു. Number 1, they were chained to the terrace. ഒന്ന്, അവരെ മേൽക്കൂരയുമായി ബന്ധത്തിൽ ചങ്ങലയാൽ ബന്ധിതരായിരുന്നു. രണ്ടാമത് അവരുടെ കതകുകൾ അടച്ചിരുന്നു. അവരുടെ കതകുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. മൂന്നാമത് they were guards outside the doors. അവരെ പുറമെയുള്ള വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. നാലാമതായി ഒരു ജയിലർ ഉണ്ടായിരുന്നു. അവിടെ ഒരു ജയിലർ കാരാഗ്രഹ പ്രമാണി ഉണ്ടായിരുന്നു. അഞ്ചാമതായി വലിയൊരു കോട്ട മതിൽ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വലിയ കോട്ട മതിൽ അഞ്ചാമതായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ 5 ലെവൽ സെക്യൂരിറ്റിയുടെ മുൻപിൽ അവർക്ക് വെളിയിൽ വരുവാനും കഴിയത്തില്ല, ഒരാൾക്ക് ഉള്ളിൽ കയറുവാനും കഴിയത്തില്ല. ഒന്നിൽ അവർ വെളിയിൽ വരണമെങ്കിൽ, അഥവാ വെളിയിൽ നിന്ന് ആർക്കെങ്കിലും ഉള്ളിൽ വരണമെങ്കിൽ, there must be a miracle. അവിടെ ഒരു അത്ഭുതം നടന്നേ മതിയാകൂ. ഹല്ലേലൂയ. ആ 16-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നടുരാത്രിയിൽ, ഹല്ലേലൂയ, in the middle of the night. അവിടെ എഴുതിയിരിക്കുന്ന 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ അർദ്ധരാത്രിയിൽ. What is അർദ്ധരാത്രി? എന്താണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്? It is the peak of the pain. അത് ഏറ്റവും ഒരു രാത്രിയുടെ ഏറ്റവും ഔന്നത്യമായ അവസ്ഥയാണ്. വേദനയുടെ ഉച്ചമാണ്, കഷ്ടതയുടെ ഉച്ചമാണ്, രാത്രിയുടെ ഉച്ചമാണ്. It was the highest or the peak of every problem, every pain and every tears and everything else. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സമസ്ത കഷ്ടതകളുടെയും വേദനകളുടെയും അത്യുച്ച കോടിയെ കുറിച്ചാണ് അർദ്ധരാത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. It was a midnight. അതൊരു അർദ്ധരാത്രിയായിരുന്നു. അങ്ങേ അറ്റത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ നടുക്ക് 2 ഗുളികകൾ ഉണ്ടായിരുന്നു. There were 2 tablets for them. എന്നാൽ അർദ്ധരാത്രിയുടെ സമയത്ത് 2 ഗുളികകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. Prayer and praise. ഒന്ന് പ്രാർത്ഥന, 2 സ്തുതി ആരാധന. And praise. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് ആരാധന. Prayer and praise. പ്രാർത്ഥനയും ആരാധനയും. Everyone say with me. എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ: Prayer and praise. പ്രാർത്ഥന, ആരാധന. മതിയില്ല. This is a very big crowd. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ പുരുഷാരമാണ്. എല്ലാവർക്കും ചേർന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞാട്ടെ, ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞാട്ടെ: പ്രാർത്ഥന, ആരാധന. പ്രാർത്ഥന, ആരാധന. ഒരുമിച്ച് പറഞ്ഞാട്ടെ: പ്രാർത്ഥന, ആരാധന. പ്രാർത്ഥന, ആരാധന. Hallelujah. Hallelujah. You know what happened when the prarthana and the aradhana went above? അവർ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. My Bible says, എന്റെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, suddenly, പെട്ടെന്ന്, suddenly, പെട്ടെന്ന്, suddenly, പെട്ടെന്ന് തന്നെ. dear Church of God, പ്രിയ ദൈവ സഭയെ, പ്രാർത്ഥനയും ആരാധനയും നിങ്ങളുടെ ആലയങ്ങളുടെ മുഖ്യമായി തീർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നടക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തുവാ നടക്കാൻ പോകുന്നത്? What is going to happen? അങ്ങനെ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ സഭകളുടെ മുഖ്യ വിഷയമായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Not just one level of security is going to be broken. അന്നേരം സംഭവിക്കുന്നത് ഒന്നാമത്തെ സുരക്ഷ തകർക്കപ്പെടുക എന്നുള്ളതല്ല. No, 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 no. അവരെ സൂക്ഷിച്ചിരിക്കുന്ന 5 ലെവലുള്ള എല്ലാ സെക്യൂരിറ്റികളും തകർന്ന് തരിപ്പണമാകി. കാരണം പ്രാർത്ഥനയും ആരാധനയും. Hallelujah. God is ready to shake the foundations that is binding this church.
ഈ സഭയെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കോട്ടകളെയും അതിന്റെ അടിസ്ഥാനം ഇളക്കുവാൻ ദൈവം തയ്യാറായി കഴിഞ്ഞു. Every family in this church, I declare unto you, God is ready to break every level of bondage in your life. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് പറയട്ടെ, നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന ഏതൊരു കോട്ടകളുടെയും അടിസ്ഥാനത്തെ അവൻ ഇന്ന് രാത്രി തകർക്കാൻ തയ്യാറായി കഴിഞ്ഞു. Oh, hallelujah! Hallelujah! Amen. Jesus! Hallelujah! 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 Pastors, I'm talking to myself also. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ എന്നോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോടുകൂടെയും ഞാൻ സംസാരിക്കുന്നു. Amen. നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത 5 തരമല്ല 10 തരമല്ല എത്ര ലെവലിലുള്ളതായ സെക്യൂരിറ്റികൾ നമ്മുടെ ഇടയിൽ നമുക്ക് എതിരായിട്ട് ഉണ്ടെന്ന് വരികിലും ഞാൻ പറയട്ടെ, ഈ 2013 പ്രാർത്ഥനയും ആരാധനയും, പ്രാർത്ഥനയും ആരാധനയും, പ്രാർത്ഥനയും ആരാധനയും, പ്രാർത്ഥനയും ആരാധനയും, പ്രാർത്ഥനയും ആരാധനയും, പ്രാർത്ഥനയും ആരാധനയും, it is going to break, shake up the foundations. പ്രാർത്ഥനയും ആരാധനയും ഉയർന്നാൽ അടിസ്ഥാനത്തെ ഇളക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. Hallelujah. 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 Jesus, Jesus, Jesus. Hallelujah. Oh, hallelujah. Hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. എന്റെ സമയം തീരാറായി. Hallelujah. 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 You know what happened when the foundation shook? അടിസ്ഥാനങ്ങൾ ഇളകിയപ്പോൾ All the 5 levels of our security was removed. അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന 5 വിധ പ്രതിബന്ധങ്ങൾ അന്ന് രാത്രിയിൽ ഉടഞ്ഞു മാറി. ചങ്ങല പൊട്ടി, അവരുടെ ചങ്ങലകൾ പൊട്ടുവാൻ കതക് തുറന്നു. Amen. Hallelujah. Hallelujah. ഗാഡ്സ് താഴോട്ട് വീണു. ജയിലർ ആത്മഹത്യ ചെയ്യാൻ പോയി. മുഴുവൻ ജയിലും കാരാഗ്രഹവും തുറക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. Hallelujah. Hallelujah. അത് മാത്രമല്ല, ഈ 2 പേരുടെ ചങ്ങലകൾ പൊട്ടിയെന്ന് മാത്രമല്ല, അവരുടെ ചങ്ങലകൾ പൊട്ടിയത് കൊണ്ട് സഭയെ, പാസ്റ്റേഴ്സ്, നമ്മുടെ സഭയുടെ ചങ്ങലകൾ പൊട്ടുന്നത് കൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന എല്ലാവരുടെയും ചങ്ങലകൾ ഈ ആണ്ട്, ഈ 2013 വർഷം, ഈ സഭയുടെ പ്രവർത്തനങ്ങൾ മൂലമായി പലരുടെ കട്ടുകൾ, ചങ്ങലകൾ പൊട്ടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, നന്നായിട്ടൊന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. 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 ഞാൻ വേഗത്തിൽ എൻ്റെ വാക്യങ്ങൾ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ക്ലോസ് വെരി ക്വിക്ക്ലി. എൻ്റെ വാക്കുകൾ പെട്ടെന്ന് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. God is preparing you and this church to make the foundations that binds you to be broken. നിങ്ങളെ ബന്ധിക്കുന്ന, നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ അഭിവൃദ്ധിയെ തടയുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തക്കത്ത നിലയിൽ ദൈവം തന്റെ സഭയെയും ദൈവദാസന്മാരെയും രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. Hallelujah. Hallelujah. ബന്ധനങ്ങൾ അഴിക്കപ്പെടുവാൻ പോകുകയാണ്. കതകുകൾ തുറക്കപ്പെടുവാൻ പോകുകയാണ്. Amen. ഗാർഡ്സ് എല്ലാം താഴോട്ട് വീഴുവാൻ പോകുകയാണ്. ജയിലർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാ മുഴുവൻ ജയിലും തുറക്കപ്പെടുകയാണ്. എന്നാൽ അതിന്റെ ഒന്നാമത്തെ ഫ്രൂട്ട് ആരാണെന്ന് ചോദിച്ചാല് അവനെ അടിച്ചവരും
അവരെ അടിച്ചവനും കുട്ടികൾ ഏൽപ്പിച്ചവനും സങ്കടപ്പെടുത്തിയവനും അപമാനപ്പെടുത്തിയവനും താൻ മാത്രമല്ല കുടുംബമായി രക്ഷിക്കപ്പെട്ടു. ആമേൻ. ഞാൻ പ്രവചനമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. ഈ സഭയോടും സഭയുടെ ശിഷ്യന്മാരോടും സഭയുടെ വിശ്വാസികൾക്കെതിരായിട്ടും ആരൊക്കെയും കടന്നു വന്ന് എന്തെല്ലാം വിധങ്ങളിലുള്ള സങ്കടങ്ങൾ കൊടുത്തുവോ, നിങ്ങളുടെ കണ്ണുകൾ കാണേ അവരും അവരുടെ കുടുംബവുമായി നിങ്ങളുടെ സഭയിൽ വന്ന് കാണപ്പെടും. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, when the church transformed from being a business church into a praying church, സഭ ഒരു വ്യാപാരശാല എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറി പ്രാർത്ഥിക്കുന്ന സഭയായി മാറിയപ്പോൾ, when it happened, എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തെന്താണ് സംഭവിച്ചത്? മുടന്തന്മാരും അന്ധന്മാരും സഭയ്ക്കകത്തേക്ക് കടന്നു വന്നു. നടക്കുവാൻ കഴിയാത്തവർ, കാണുവാൻ കഴിയാത്തവർ, ഇതുവരെ സഭയ്ക്ക് പുറത്തായിരുന്നവർ സഭയ്ക്കകത്തേക്ക് കടന്നു വന്നു. ഓ ഹല്ലേലൂയ. I see 2013 a year of miracles. 2013 ഒരു അത്ഭുതങ്ങളുടെ വർഷമായി ഞാൻ എൻ്റെ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. ഗ്രാമീയ സഭകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ആമേൻ. പറഞ്ഞാട്ടെ അതുപോലെ പറഞ്ഞു. വലിയ അത്ഭുതങ്ങൾ സഭകളിൽ ഉണ്ടാകും. ഗ്രാമീയ സഭകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ സഭയിൽ അത്ഭുതങ്ങൾ ഈ വർഷം ഉണ്ടാകും. പട്ടണങ്ങളിലെ സഭകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സഭയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുടന്തന്മാർ നടക്കുന്നത് കാണും. മുടന്തന്മാർ നടക്കുന്നത് നിങ്ങൾ കാണും. അക്ഷരപ്രകാരവും അക്ഷരീകമായും മാത്രമല്ല, ജീവിതത്തിൽ മുടന്തന്മാരായിരിക്കുന്നവര്, നടക്കുവാൻ കഴിയാത്തവര്, നിൽക്കുവാൻ കഴിയാത്തവര്, മൂവ് ചെയ്യുവാൻ കഴിയാത്തവര്, 38 വർഷമായി ഇരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ കിടക്കുന്നവര് എഴുന്നേറ്റ് നടക്കുന്നത് നിങ്ങൾ കാണും. അക്ഷരികമായിട്ട് മാത്രമല്ല, ജീവിതത്തിൽ ആത്മീക തലങ്ങളിൽ 38 വർഷമായി അനങ്ങാൻ കഴിയാതെ കിടക്കുന്നവർ അനേകർ ഈ നാളുകളിൽ എഴുന്നേറ്റ് വരുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. I am not speaking to your emotions. ഞാൻ നിങ്ങളുടെ ഇമോഷൻസോട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ വൈകാരിക ഭാവങ്ങളോടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ വൈകാരിക ഭാവങ്ങളോട് സംസാരിച്ചുവെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് മുഴുവൻ നിങ്ങൾ മറക്കും. I am talking to your hearts. ഞാൻ നിങ്ങളുടെ ഹൃദയത്തോടാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. I am talking to your hearts this evening. നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു സഭയെ ശുദ്ധീകരിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു സഭയെ ഉരിമ പാരാട്ടുகிறവനാണ്. ദാറ്റ് മീൻസ് ഓഹരിക്കാരനാണ് സഭയെ പ്രാർത്ഥനാലയമായി മാറ്റുന്നവനാണ്. സഭയെ അത്ഭുതങ്ങളുടെ ഗോപുരങ്ങളായി മാറ്റുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. I enjoy Jesus calls prayer towers. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തെ കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ, നല്ലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Every one of your homes will become a prayer tower. നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങൾ തന്നെ ഒരു പ്രാർത്ഥനാ ഗോപുരമായി മാറും. Let every church become a prayer tower. എല്ലാ സഭകളും ഒരു പ്രാർത്ഥനാ ഗോപുരമായി മാറും. Every pastor becomes a leader of the prayer. ഓരോ ദൈവഭൃത്യനും ആ പ്രാർത്ഥനയുടെ നേതൃത്വ നിരയിലേക്ക് വരണം. Let there be miracle every day. ഓരോ ദിവസവും അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നടക്കട്ടെ. Finally, അവസാനമായി, hallelujah, the little children crying to the son of David, they were so Hosanna to the son of David. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ ഉണ്ടായിരുന്ന ബാലന്മാർ ദാവീദ് പുത്രന് ഹോശന്ന ഹോശന്ന എന്ന അത്യുച്ചത്തിൽ ആർക്കുവാൻ തുടങ്ങി. One more thing I am saying to you and I am closing. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനിയും പറയുവാൻ ധാരാളമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പൊങ്ങി വരുന്നു. എന്നാൽ ഞാൻ നിർത്തട്ടെ. നമ്മുടെ വീടുകളിലെ പല ഭവനങ്ങളിലെ, പാസ്റ്റർമാരുടെ ഭവനങ്ങളിലെ, വിശ്വാസികളുടെ ഭവനങ്ങളിലെ നമ്മൾ പലരും കരയുന്നുണ്ട്.
ഞാൻ വിശ്വാസത്തിലായി, എൻ്റെ കുഞ്ഞ് വന്നിട്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞ് കർത്താവിനെ വിട്ട് അകന്നു പോയല്ലോ. രാത്രി പകലായിട്ട് കരയുന്ന ദൈവദർശന്മാരെ എനിക്കറിയാം. രാത്രി പകലായി കരയുന്ന വിശ്വാസ മക്കളെ എനിക്ക് അറിയാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സഭകൾ വ്യാപാര സ്ഥലങ്ങളിൽ നിന്നുള്ള നിലയിൽ നിന്ന് മാറി വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്ന് മാറി കഴിയുമ്പോൾ, നമ്മുടെ സഭകളെല്ലാം കർത്താവിന് സ്വന്തം എന്നുള്ള നിലയ്ക്ക് വന്നു കഴിയുമ്പോൾ, നമ്മുടെ സഭകളെല്ലാം ഹല്ലേലൂയ പ്രാർത്ഥനാലയങ്ങളായും പ്രാർത്ഥനാ ഭവനങ്ങളായും മാറിക്കഴിയുമ്പോൾ, നമ്മുടെ സഭകളെല്ലാം മുടന്തന്മാരെയും അന്ധന്മാരെയും അത്ഭുതം പ്രാപിച്ചവരായി കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓടി 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 ദാവീദിന്റെ പുത്രന് ഹോസന, ദാവീദിന്റെ പുത്രന് ഹോസന എന്ന് പറയുന്ന ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ കഴിയും. God is going to transform your children. നിങ്ങളുടെ തലമുറയെ ദൈവം രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. Shall we all close our eyes? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. I had got a lot of testimonies to share with you, ധാരാളം സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. but I have not gone to that. എന്നാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. Today is a day of ദൈവത്തിന്റെ ദൂതന്റെ ദിവസമാണ്. ഇന്ന് രാത്രി ദൈവ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയ ദിവസമാണ്. എന്റെ സ്വന്തം കഥകൾ പറയുവാനുള്ള സമയമല്ല ഇത്. ഇത് എനിക്ക് സ്വന്തമായ കഥകൾ പറയാനുള്ള അവസരം. ഒരുപാട് കഥകളുണ്ട് പറയുവാൻ, ധാരാളം കഥകൾ ഒരുപാടുണ്ട്. എന്നാൽ എൻ്റെ കഥയല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. ദൈവത്തിന് ആവശ്യമുള്ളത് ഈ സഭ അടുത്ത ലെവലിലേക്ക് പോകണം. റൺവേയിൽ നിന്ന് പറക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലാം. അതിനായി 4 കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സഭ ശുദ്ധീകരിക്കപ്പെടണം. രണ്ടാമത്, സഭയുടെ യജമാനായി കർത്താവ് തന്നെ ഉണ്ടായിരിക്കണം. ആ രണ്ടിൻ്റെ ബി, ആ സഭകളെല്ലാം പ്രാർത്ഥനാ ഭവനങ്ങളായിരിക്കണം. വീടുകളെല്ലാം പ്രാർത്ഥനാ ഭവനങ്ങളായിരിക്കണം. മൂന്നാമതായി, മുടന്തന്മാർ അന്ധന്മാർ നടക്കുന്നതും കാണുന്നതും കാണണം കേൾക്കണം. നാലാമതായി, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ ദൈവം ആരുമില്ല എന്ന് നമ്മുടെ ചെവികൾ കേൾക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, പാസ്റ്റേഴ്സ് നമ്മുടെ സഭകളിൽ ഉണ്ടാകണമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഐ വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ ഇൻ മൈ ഓൺ ലൈഫ്. എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഐ വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ ഇൻ മൈ ഓൺ ചർച്ച്. എന്റെ സഭയിൽ അത് സംഭവിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഐ വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ ഇൻ മൈ ഡിനോമിനേഷൻ. എന്റെ പ്രസ്ഥാനത്തിൽ അത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ടു ദാറ്റ് എൻഡ് ഐ സറണ്ടർ മൈ ലൈഫ് ടു ജീസസ് ടുഡേ. അതിനുവേണ്ടി ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു സേ, ജീസസ്, യു ആർ ഓൾ ഇൻ ഓൾ ടു മീ. കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ എല്ലാമാണ്. നീ എന്നെ ശുദ്ധീകരിക്കുന്ന കർത്താവ്. നീ എന്നെ ശുദ്ധീകരിക്കുന്നവനാണ്. നീ എന്നെ സ്വന്തമാക്കിക്കൊള്ളുന്നവനാണ്. നീ എന്നെ സ്വന്തമാക്കുന്ന കർത്താവാണ്. എന്നെ പ്രാർത്ഥനാലയമായി മാറ്റുന്നവനാണ്. എന്റെ ജീവിതത്തെ തന്നെ ഒരു പ്രാർത്ഥനാലയമായി നീ മാറ്റുന്നവനാണ്. ദിവസേന എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അനുഭവത്തിൽ നടത്തുന്നവനാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ നീ എന്നെ കാണുമാറാക്കുന്നവനാണ്. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഞാൻ കാണുവാൻ എന്നെ മാറ്റുന്നവനാണ്. അതിലെല്ലാം ഉപരി എന്റെ കുഞ്ഞുങ്ങൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാൻ നീ എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. അതിന്റെ ഒടുക്കം നീ ഞങ്ങളെ റൺവേയിൽ നിന്നല്ല, മേളോട്ട് കൊണ്ടുപോയി സ്വന്തം ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു ചേർക്കും. ഒരു ഉയർന്ന തലത്തിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് അവൻ ഞങ്ങളെ കൂട്ടിവരുത്തും. ഇത് നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ ഇന്ന് രാത്രികാലം, if you want to make these experiences your own in the days to come, ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, I want you to just stand up and sing one chorus with me. That chorus I want you to make as your prayer. ദൈവ സന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി ഞാൻ പാടുന്ന ഈ ചെറിയ കോറസ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയാക്കി നിങ്ങൾ മാറ്റണം. I want to thank the
leadership of the IPC for giving me the opportunity to come and share God's word. IPCയുടെ നേതൃത്വ നിരയോടെ ഇന്ന് രാത്രി ഞാൻ വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കുന്ന സുവിശേഷ യോഗത്തിൽ ദൈവത്തിന്റെ സന്ദേശം അറിയിപ്പാൻ ഒരു അവസരം ഒരുക്കിയതിനാൽ. നിന്ദിത പാത്രമായി മേവാൻ എന്നെ നായകൻ കൈവിടുമോ? നിന്ദിത പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുത യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുത യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഈ പാട്ട് പാടുമ്പോൾ ദയവ് ചെയ്ത് ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പാട്ടിൽ ആ ഗായകൻ എഴുതി വച്ചിരിക്കുന്നത് നിന്ദിത പാത്രമായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ എന്ന്. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ പാടാൻ പോകുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പാടുവാൻ പോകുന്ന ഇപ്രകാരമാണ്: നിന്ദിത പാത്രമായി മേവാൻ എന്നെ നായകൻ കൈവിടുമോ? എന്നെ നായകൻ കൈവിടുമോ? എന്നെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക എന്ന് ഞാൻ പറയുവാൻ പോകുന്നില്ല. എഴുന്നേറ്റ് ഞാൻ പണിതിടുമേ, എഴുന്നേറ്റ് ഞാൻ പണിതിടുമേ. തിരുക്കരങ്ങൾ നമ്മോടിരിക്കുമെന്ന് ഞാൻ പറയുവാൻ പോകുന്നില്ല. തിരുക്കരങ്ങൾ എന്നോടിരിക്കും. റെഡിയാണെന്ന് വിചാരിക്കുന്നു. 1 2 3 4 യെസ്. നിന്ദിത പാത്രമായി മേവാൻ എന്നെ നായകൻ കൈ